ഒരു മാനസിക രോഗിയെ കൂടെ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്ക് ഉടനെ കിട്ടും കേട്ടോ. ഒരുത്തം മറ്റേ പ്രധാനമന്ത്രിയെ കീച്ചിക്കളയുമെന്ന് പറഞ്ഞ് അവൻ ഇപ്പോൾ മാനസിക രോഗിയാണ്, അവനെ ഊളംപാറയിൽ കൊണ്ടിട്ടെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ഇവരെ പോലുള്ള ആളുകൾ എന്ത് തോന്നിയാസം പറഞ്ഞാലും അത് മാനസിക രോഗിയാവും. നേരെ മറിച്ച് ഒരു മുസ്ലിം നാമധാരിയാണെന്നുണ്ടെങ്കിൽ അവൻ പിന്നെ മനഃപൂർവ്വം ബോധപൂർവം ആ ജിഹാദി അല്ലെങ്കിൽ ആ തീവ്രവാദി പറഞ്ഞാണെന്നേ പറയത്തുള്ളൂ. ഒരു പടുകിളവൻ കൊല്ലം ആയൂർ സ്വദേശിയാണ് സതീശ ചന്ദ്രൻ നായർ എന്നാണ് ഈ പടുകിളവൻ്റെ പേര്. ഇയാൾ ഈ ചാകാൻ വേണ്ടി കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന സമയമാണ് കേട്ടോ. ഈ സമയത്ത് വേണം ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. അപ്പോൾ ബോധമില്ല എന്നൊന്നും ആരും പറഞ്ഞു വരണ്ട, അല്ലെങ്കിൽ ഇവൻ അറിവില്ല എന്നൊന്നും ആരും പറയണ്ട. നല്ല ബോധത്തോടുകൂടി തന്നെയാണ് ഈ വേട്ടാവളിയൻ ഇത് പറയുന്നത്. എനിക്ക് ഇതിലും കടുത്ത ഭാഷയിൽ പറയണമെന്നുണ്ട്, പക്ഷെ വീഡിയോ കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ട് നിങ്ങൾ തന്നെയാണ് കമൻറ്റ് പറയേണ്ടത്. രണ്ട് വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. ആദ്യം ഇയാൾ പറയുന്നത് എന്താണെന്ന് കേൾക്ക്. നമ്മളുടെ കല്യാണങ്ങൾക്കോ മറ്റ് ഫംഗ്ഷനുകൾക്കോ അതുപോലെ അവരുടെ ഫംഗ്ഷനുകൾക്കോ കല്യാണങ്ങൾക്കോ നമ്മൾ പോകാൻ പാടില്ല. അവർ നമ്മളുടെ അടുത്ത് വരാനും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ സഹവാസങ്ങളും നിർത്തിവെക്കുക. മുസ്ലിം എന്നാൽ തീവ്രവാദികളാണ്. അവർ എപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, യാതൊരു കാരണവശാലും പുരുഷനായാലും സ്ത്രീയായിരുന്നാലും സുഡാപ്പികളുടെ അടുത്തേക്ക് ഒന്നിനു വേണ്ടിയും പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. കേൾക്കാവുന്നവർക്ക് കേൾക്കാം, ഇല്ലാത്തവർക്ക് വിടാം. എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം. വന്ദേ മാതരം. പടുകളവൻ വേട്ടാവളിയൻ കിളവന്റെ കമന്റ് ബോക്സ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പോയി നോക്കിയാണ്ടല്ലോ, ആ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങൾ കൊടുക്കുന്ന മറുപടി കേട്ടാണല്ലോ എൻ്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. കാരണം ഇതുപോലെ ഒരു മതത്തോട് അന്ധമായ വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പറയുമ്പോൾ ഇതിനെ സപ്പോർട്ട് ചെയ്തു വരുന്ന സംഘികൾ, സത്യം ഞാൻ പറയാണ് കേട്ടോ, അതൊന്നും നല്ല ജനിസിനുണ്ടായതല്ല. ഇവനെയൊക്കെ ഞാൻ എന്താണ് പറയേണ്ടത്? ഇത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ തന്നെ വേണം ഇതിന് മറുപടി കൊടുക്കുക. എന്തായാലും ഒരു ഹൈന്ദവ സഹോദരൻ ഇതിന് കൃത്യമായിട്ടൊരു മറുപടി കൊടുക്കുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ടോ. ചങ്ങായിമാരെ, ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത് ചാകാൻ വേണ്ടിയിട്ടല്ല, കുഴിയിലേക്ക് കാലെടുത്ത് വെച്ച് കിടക്കുന്ന ഒരു കളവൻ സതീഷ് ചന്ദ്രൻ നായർ എന്ന പേരുള്ള ഒരു കളവൻ നായയെ കുറിച്ചാണ്. ഈ കുഴിയിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്ന ഈ കളവൻ നായ ഉണ്ടല്ല, ഇന്നലെ കുറച്ച് പച്ച വർഗീയത പറഞ്ഞ് ഇയാളുടെ ഈ പ്രായത്തിലുണ്ടല്ലോ, ഈ വയസ്സായ പ്രായത്തിൽ ഇയാൾ ഇത്രമാത്രം വർഗീയത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ നല്ല പ്രായത്തിലില്ലേ, ഇയാൾ നല്ല പ്രായത്തിൽ എത്രമാത്രം വർഗീയവാദിയായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്തായാലും ഈ പരമ നായർ എന്ന നായ ഉണ്ടല്ല, ഇന്നലെ പറഞ്ഞ കുറച്ച് പച്ച വർഗീയത ഞാൻ നമ്മളുടെ കല്യാണങ്ങൾക്കോ മറ്റ് ഫംഗ്ഷനുകൾക്കോ അതുപോലെ അവരുടെ ഫംഗ്ഷനുകൾക്കോ കല്യാണങ്ങൾക്കോ നമ്മൾ പോകാൻ പാടില്ല. അവർ നമ്മളുടെ അടുത്ത് വരാനും പാടില്ല. അവരുമായിട്ടുള്ള എല്ലാ സഹവാസങ്ങളും നിർത്തിവെക്കുക. മുസ്ലിം എന്നാൽ തീവ്രവാദികളാണ്. അവർ എപ്പോഴും നമ്മളെ നശിപ്പിക്കാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഞാൻ വീണ്ടും പറയുകയാണ്, യാതൊരു കാരണവശാലും പുരുഷനായാലും സ്ത്രീയായിരുന്നാലും സുഡാപ്പികളുടെ അടുത്തേക്ക് ഒന്നിനു വേണ്ടിയും പോകാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു മതം. കേൾക്കാവുന്നവർക്ക് കേൾക്കാം, ഇല്ലാത്തവർക്ക് വിടാം. എന്തായാലും അത് നിങ്ങളുടെ ഇഷ്ടം. വന്ദേ മാതരം. നിന്റെ മതം പറയുന്നതോ? നിനക്കെന്ത് മതാണുള്ളത് പരമനാറി? ഇത്രയും വൃത്തികെട്ട വർഗീയത പറഞ്ഞ നിനക്കണ്ടല്ല, മതം പോയിട്ട് നിന്നിടല മനുഷ്യരെന്ന് പോലും വിളിക്കാൻ കഴിയില്ല. ഇവനൊക്കെ ചാകാൻ കിടക്കുമ്പോഴല്ല ആരും ഇവനുണ്ടല്ലോ ഒരു ഗ്ലാസ് വെള്ളം പോയിട്ട് ഒരു തുള്ളി വെള്ളമില്ലേ, ആ വെള്ളം പോലും കൊടുക്കാൻ പാടില്ല. ആ വെള്ളം ഇപ്പൊ ഉണ്ടല്ല ഹിന്ദുക്കളോടാണ് ഇവൻ ചോദിക്കുന്നത് കേട്ടില്ല. ഹിന്ദുക്കള് തീരെ കൊടുക്കാൻ പാടില്ല. കാരണം ഈ പരമനാരി ഇമാതിരി വർഗീയത പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ല ഹിന്ദുക്കളെയാണ് അപമാനിച്ചിട്ടുള്ളത്. ഈ പരമനാരി പറയുന്നുണ്ടല്ല മുസ്ലിങ്ങളെ കല്യാണത്തിന് ഇവനെ വിളിക്കാൻ പാടില്ല, ഇവൻ പോകൂലെന്ന്. മുസ്ലിങ്ങളെന്നല്ല ഹിന്ദുക്കൾ പോലുണ്ടല്ല ഇവനെ കല്യാണത്തിനെന്നല്ല ഒരു ചായ കുടിക്കാൻ വേണ്ടി പോലുണ്ടല്ല ആരുടെയും വീട്ടിലേക്ക് വിളിക്കാൻ പാടില്ല. വീട്ടിലേക്കെന്നല്ല, വീടിന്റെ 7 അയലത്തില്ലേ, 7 അയലത്തുണ്ടല്ല ഈ പരമനാരിനെ അടുപ്പിക്കാൻ പാടില്ല. ഇനി ഇവനുണ്ടല്ല ഇവന്റെ വീട്ടിൽ ചാകാൻ കിടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ തന്നെയുണ്ടല്ല ആരും ഇവനെ തിരിഞ്ഞു നോക്കാൻ പാടില്ല. ഇനി ഇവന്റെ നാട്ടിലുള്ള മുസ്ലിങ്ങളോട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങളെ എങ്ങാനും കടയിലുണ്ടല്ല ഈ പരമനാരി അബദ്ധവശാൽ പോലും സാധനം വാങ്ങാൻ വന്നാണ്ടില്ല, കയറ്റാൻ പാടില്ല. കടയിലുണ്ടല്ല നിങ്ങൾ കയറ്റാനേ പാടില്ല. നിങ്ങളെ കടയിൽ നിന്ന് ഈ പരമനാറി ഉണ്ടല്ല കണ്ടം വഴി നിങ്ങൾ ഓടിക്കണം.
ഇവൻ ഇനിയിട്ടില്ല സംഖ്യയുടെ കടയിൽ നിന്ന് സാധനം വാങ്ങിയിട്ട് സംഖ്യയുടെ വാനുമില്ലേ സംഖ്യയുടെ വാന് തന്നെ അങ്ങ് സഞ്ചരിക്കട്ടെ. അങ്ങനെയാണ് ഇവൻ ചെയ്യാൻ പോകുന്നില്ല. ഇവരുണ്ടല്ല പട്ടിണി കടന്ന് ചാകേണ്ടി വരും. പരമനാറി സംഖ്യ കേരളത്തിൽ മുസ്ലിങ്ങളുടെ കടയിലുണ്ടല്ല എത്രമാത്രം ഹിന്ദുക്കൾ ജോലി ചെയ്ത് കുടുംബം പോയിട്ട് നിനക്കറിയോ? എന്തിന് ഹിന്ദുക്കൾ നിന്റെ കൂട്ടത്തിൽപ്പെട്ട കുറെ ചാണക സംഖ്യയുണ്ടല്ല അവരടക്കണ്ടല്ല മുസ്ലിം രാജ്യങ്ങളിൽ ഗൾഫിൽ പോയിട്ട് മുസ്ലിങ്ങൾ കീഴിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെയാണ് അവരൊക്കെ ഉണ്ടല്ല അവിടെ കുടുംബം പോറ്റുന്നത്. എന്നാൽ നീ ഇനി എന്താ പറയണെന്നറിയാം? നിന്റെ ചാണക സംഖ്യയിലുണ്ട് ഗൾഫിൽ ജോലി ചെയ്യുന്ന ചാണക സംഖ്യയോട് പറ ഇനി നിങ്ങളൊന്നും മുസ്ലിങ്ങളെ കീഴിലല്ല ജോലി ചെയ്യാൻ കേട്ടാ എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടി നീ പറ ചാണക സംഖ്യ. എന്നിട്ട് അങ്ങനെ ജോലി ഉപയോഗിച്ച് തിരിച്ചു വന്ന ചാണക സംഖ്യ കിട്ടില്ല നിന്റെ തന്തനോട് പറ ജോലി എടുക്കാൻ വേണ്ടി. അത് മാത്രമല്ല മുസ്ലിം രാജ്യങ്ങളിൽ വരുന്ന ഗ്യാസ് ആയാലും ശരി പെട്രോൾ ആയാലും ശരി ഇനിയുണ്ടല്ല എന്നീ ഉപയോഗിക്കാനേ പാടില്ല. അതായത് ഗ്യാസ് അടുപ്പിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടല്ല ആ ഭക്ഷണം അങ്ങനെ നീ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കും നമ്മൾ. ഇനി നീ ജീവിതകാലം മുഴുവനുണ്ടല്ല നടന്നിട്ട് പോയാൽ മതി. പെട്രോൾ അടിക്കുന്നോ ഡീസൽ അടിക്കുന്നോ വാഹനത്തിലുണ്ടല്ല നീ കയറിയാൽ നിന്നെയല്ല അവിടെ നിന്നും കണ്ടപടി ഓടിക്കും. അതുകൊണ്ട് നീ ഉണ്ടല്ല നിന്റെ ജീവിതകാലം മുഴുവനുണ്ടല്ല നടന്നിട്ട് പോയാൽ മതി പരമനാറി. അങ്ങനെ നീ ഗ്യാസിൽ വെച്ച ഭക്ഷണം കഴിക്കാതെയും പെട്രോളും ഡീസലും അടിച്ച വാഹനങ്ങളിലെ അതിലൊന്നും കയറാതെയും എത്ര കാലം ജീവിക്കുന്നത് നമ്മളൊന്ന് നോക്കട്ടെ. നമുക്ക് ഇനി ചാണക സംഖ്യ വർഗ്ഗവതി പറഞ്ഞ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൂടി കേട്ടിട്ട് വന്നാലോ? നമസ്കാരം പറയലേ. ഭാരതത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ ഒന്നറിയുക, ഈ പറയുന്ന ഭാരതത്തിൻ്റെ വൈരികളായ ഒരു മനുഷ്യനും മുന്നോട്ട് പോകാൻ കഴിയുകയില്ല എന്ന് അറിയുക. കാരണം ഹിന്ദുവിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇത്രയും കാലം മുതലെടുത്ത കോൺഗ്രസിനും കമ്മിക്കും കൊങ്ങിക്കും സുഡാപ്പികൾക്കും ഇനി അത് സാധ്യമല്ല. കാരണം ഹിന്ദു മനസ്സിലാക്കി ഇവന്മാർ ആരാണെന്നുള്ളത്. ദേശദ്രോഹികളായ വംശജരാണ്. വെളിനാടുകളിൽ നിന്നും ഭാരതത്തിൽ വന്ന് കുടിയേറി പാർത്ത് ഭാരതീയരുടെ കാല് നക്കി ജീവിച്ചവരാണ് ഈ തന്തയില്ലാത്ത മോന്മാർ എന്ന് ഹിന്ദുക്കൾ അറിഞ്ഞതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള ചെറ്റകൾക്ക് ഇന്ത്യയിൽ സ്ഥാനമില്ല. വന്ദേ മാതരം. അതേടെ നിന്നെപ്പോലത്തെ തന്തയില്ലാത്ത ചാണക ചെറ്റകൾക്കുള്ള ഈ രാജ്യത്തുള്ള ഈ ഇന്ത്യ രാജ്യത്ത് ഒരു സ്ഥാനവുമില്ല. കാരണം നീയൊക്കെയുള്ള ബ്രിട്ടീഷുകാരുടെ കാല് കഴുകിയും അവരുടെ ഷൂ ഉണ്ടല്ല ഷൂ വരെ പോളിഷ് ചെയ്ത പരമനാറികളല്ലേ. അങ്ങനെയുള്ള നീയൊക്കെയുള്ള നമ്മൾ ഈ ഇന്ത്യയിലുണ്ടല്ല ഈ ഇന്ത്യയിൽ ജീവിക്കാനേ അർഹരല്ല. നിന്നെപ്പോലത്തെ പരമനാറികൾ ഇന്ത്യ രാജ്യത്ത് പോയാൽ തന്നെ ഉണ്ടല്ല ഈ ഇന്ത്യ ഉണ്ടല്ല ലോകത്ത് ഏറ്റവും സമാധാനമുള്ള സ്ഥലമായിട്ട് മാറും. പിന്നെ പരമനാറി സംഖ്യ നിന്നോട് ഞാനൊരു കാര്യം കൂടി പറട്ടെ. നീ ഇപ്പൊ കുറ്റം പറയാൻ നോക്കുന്ന മുസ്ലിങ്ങളുണ്ടല്ല ആ മുസ്ലിങ്ങളുണ്ടല്ല ഈ രാജ്യത്തിനോണ്ടി ഈ ഇന്ത്യ രാജ്യത്തിനോണ്ടി ജീവൻ കൊടുക്കുമ്പോൾ എന്റെ ചാണക സംഖ്യ ഉണ്ടല്ല ഷൂ നക്കിട്ട് ഷൂ പോളിഷ് ചെയ്തിട്ട് മാപ്പ് പറയലായിരുന്നു ചാണക സംഖ്യ. അതായത് മുസ്ലിങ്ങളുണ്ടല്ല ഇന്ത്യ രാജ്യത്തിനോടി പോരാടുമ്പോൾ എന്റെ ചാണക സംഖ്യ ഉണ്ടല്ല ഇന്ത്യ രാജ്യത്തെ ഒറ്റ കൊടുക്കലായിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ആത്മാഭിമാനമുള്ള മുസ്ലിങ്ങളെ കുറിച്ച് നീ വേണ്ടാത്ത പറഞ്ഞിട്ടില്ല. എന്റെ നാവുണ്ടല്ല എന്റെ നാവ് പോലും കൊടുത്തു പോകും. മരവാണം വടുക്കളവൻ നായിന്റെ മോന് കൊടുക്കാനില്ല കേട്ടോ. ഇനി ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് പുച്ഛം തോന്നിപ്പോ ഇവരോടൊക്കെ കേട്ടോ. പുച്ഛം തോന്നിപ്പോവാ. അടുത്തൊരു മാനസിക രോഗിയും കൂടെ കിട്ടും നമുക്ക് ഉടനെ തന്നെ. കാരണം ഇവനൊരു ഒന്നാന്തര സംഖ്യയാണെന്നുള്ളത് ആ വർത്തമാനത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും. എന്നാലും നമ്മുടെ സഹോദരൻ കൊടുത്ത മറുപടി ഒരുപാട് തൃപ്തിയായി കേട്ടോ. സന്തോഷമായി സഹോദര. നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ആവശ്യം. ഈ സംഖ്യക്കൂട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാതായാലേ നമ്മുടെ രാജ്യം രക്ഷപ്പെടത്തുള്ളൂ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവന്മാർ കുട്ടിച്ചോറാക്കും, നശിപ്പിച്ചു കളയും. പണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്ന് വർഗീയതയുടെ വിത്ത് പാകി പോയിട്ടുള്ള ആ ജനിച്ചിട്ടുള്ള ഒരു ഹറാം പറഞ്ഞ വേട്ടാവളിയും കിളവനാണിത് കേട്ടോ. എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ സഹിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്തടാ നിന്നെയൊക്കെ ഇവിടെ ഈ ഒരു സമുദായം? എന്താ നിന്നെയൊക്കെ ചെയ്തത്? എനിക്ക് മനസ്സിലാകുന്നില്ല. നീയൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുന്നുണ്ടല്ലോ തീവ്രവാദി, സുഡാപ്പി, മറ്റത് മറിച്ചത്, തേങ്ങാക്കൊലയെന്ന്. എടാ ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള ഒരു ക്രിമിനൽ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ഈ ഇന്ത്യൻ മണ്ണിൽ ജനിച്ച കോടിക്കണക്കിന് വരുന്ന മുസൽമാന്മാർ തീവ്രവാദികളാണെന്ന് പറയാൻ നിന്റെ തന്തയുടെ വകയാണടാ പരമനായ ഈ ഇന്ത്യ. നിനക്കൊന്ന് ഇന്ത്യയുടെ പേര് പറയാൻ പോലും യോഗ്യതയില്ലടാ ചെറ്റ. തൽക്കാലം ഉണ്ടല്ലോ ഞാനിത് ഇവിടെ കൊണ്ട് നിർത്തിയാണേ. അടുത്ത ഈ നായിൻ്റെ മോൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അതിനകത്ത് ഞാൻ ബാക്കി പറയാം. നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.